നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വ്യാഴം മാറാൻ പോവുകയാണ്, വ്യാഴം മാറുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാവിലെ തൊട്ട് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലേക്ക് മാറുകയാണ്. കർക്കിടക രാശിയാവിട്ട് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ഉച്ചരാശിയിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു വർഷം വ്യാഴം ഉച്ചരാശിയിൽ നിൽക്കുകയുള്ളൂ. ആ ഉച്ചരാശി വ്യാഴത്തിൻ്റെ ഏറ്റവും ശക്തിരാശിയാണ്. മറ്റ് രാശികളെക്കാൾ ചിലപ്പോൾ ഇരട്ടി 3 ഇരട്ടി ഗുണത്തെ കൊടുക്കും ഉച്ചരാശിയിൽ. അപ്പോൾ കർക്കിടകൻ രാശി ഉച്ചരാശിയിലേക്ക് വരികയാണ്. 2027 ജൂൺ 25-ാം തീയതി വരെ നിൽക്കും. ഇതിനിടയ്ക്ക് കുറച്ച് വക്രഗതിയൊക്കെ വരും. വക്രഗതി എന്ന് വെച്ചാൽ മാറ്റമൊക്കെ വരുമെങ്കിലും അതൊന്നും നമുക്ക് പൂർവ്വഗതി ഫലത്തെ കൊടുക്കും, പഴയ ഫലത്തെ തന്നെ തരും. അപ്പോൾ വ്യാഴമാറ്റം ഓരോ രാശിക്കാർക്കും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വ്യാഴമാറ്റം എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് കുംഭൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം എങ്ങനെയെന്ന് നോക്കാം. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കുംഭൻ രാശി പെടുന്നത്. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് വ്യാഴം സഞ്ചരിച്ചെത്തുന്നത് 6-ാം ഭാവത്തിലേക്കാണ്. 6 എന്ന് പറഞ്ഞാൽ മറഞ്ഞ സ്ഥാനമാണ്. അപ്പോൾ മറഞ്ഞു നിൽക്കുന്ന സ്ഥാനമുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രകാശമാണല്ലോ ഓരോ ഗ്രഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വ്യാഴം ഏറ്റവും ശക്തി സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ പ്രകാശം, ആ പ്രകാശം കൊണ്ട് നമ്മളും പ്രകാശിക്കും, നമ്മളെ ഇരുട്ട് മാറും. ഗുരു എന്ന് പറയുന്നത് തന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് ഗുരു. അപ്പോൾ ഗുരുവിനെ നമുക്ക് അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഇവിടെ 6ലേക്കാണ് മറയണേ. 6 എന്ന് പറഞ്ഞാൽ ശത്രുസ്ഥാനത്തേക്ക് വ്യാഴം മാറുകയാണ്. അപ്പോൾ മറഞ്ഞു പോവുകയാണ്, നമുക്ക് ആ പ്രകാശം കിട്ടൂല, ശത്രുഭാവത്തിലേക്ക് മറയാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അസൂയാലുക്കളും ശത്രുക്കളും വർദ്ധിക്കും. അപ്പോൾ ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നിടത്ത് സൂക്ഷിക്കണം. തടസ്സം ഉണ്ടാവും, ശത്രുക്കളെ എണ്ണം കൂടും, നമ്മൾ ചെയ്യാത്തത് ചെയ്തെന്ന് ആരോപിക്കപ്പെടും, അതായത് അപഖ്യാതി കേൾക്കും, കേസ് വഴക്കുകളുണ്ടാവാം, സാമ്പത്തിക നഷ്ടം വരാം, രോഗായ ദുരിതങ്ങൾ ബാധിക്കാം, ഇതിനൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ ഇതിനെ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് എന്തും ലക്ഷം ദോഷം ഗുരുഹന്തി. വ്യാഴനെ തൃപ്തിപ്പെടുത്തിയാൽ, പ്രാർത്ഥിച്ചാൽ ലക്ഷം ദോഷം ഉണ്ടെങ്കിലും മാറ്റിത്തരും. അതുകൊണ്ട് നമുക്ക് ഭയക്കുകയല്ല ചെയ്യേണ്ടത്, ഇതിനെ മാറ്റിയെടുക്കണം. ഒരു വർഷക്കാലമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളിൽ സൂക്ഷ്മതയോടുകൂടി പോകണം. അതിനൊപ്പം വ്യാഴനെ പ്രീതിപ്പെടുത്തണം. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തണം. അപ്പോൾ ഭഗവാനെ അത്രയ്ക്ക് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഈ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതെ പോവും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്തിനെന്നാൽ നമ്മൾ ഈ ചാനലിലൂടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ ലൈവ് നിങ്ങൾ യഥാസമയത്ത് അറിയാൻ വേണ്ടി ബെൽ ബട്ടണും കൂടി അമർത്തുക. അതുപോലെ തന്നെ നമുക്ക് കഷ്ടതയും നല്ലതും വരുന്നത് പോലെ മറ്റുള്ളവർക്കും നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കും കഷ്ടത വരാം. അതുകൊണ്ട് ഈ ചാനൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കുംഭരാശിക്കാർക്കും ചെറിയ ചെറിയ കഷ്ടതയുണ്ടെങ്കിലും അതെല്ലാം മാറ്റി ഭഗവാൻ ഗുരു ഐശ്വര്യത്തെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.